ഉള്ളില് വെള്ളമുണ്ട്. നരസായി മുത്തച്ഛന് വെള്ളം കിട്ടണമെങ്കിൽ ഇതിനകത്തുള്ള വെള്ളം പുറത്തു വരണം. അതാണോ? അത്രേ ഉള്ളന്നോ? ഹേയ്, ഇത് 100 അടിയോളം ഉണ്ട്. അതിനാ പഠിക്കണമെന്ന് പറയുന്നേ. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചൊരു കഥയുണ്ട്, കാക്കക്കഥ. ആ കഥയില് കുടത്തിലെ വെള്ളം മുകളിലേക്ക് വരാനായിട്ട് ഇതുപോലുള്ള കല്ലുകൾ പറക്കി അതിലേക്ക് ഇട്ടു. ദേ കല്ല് റെഡി. എന്തുപറ്റി? എനിക്കിങ്ങനത്തെ കഥയും തമാശയൊന്നും ഇഷ്ടമല്ല, അലർജിയാ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്നെ കാക്കയൊക്കെ നോക്കാണോ? നിങ്ങൾ അനുഭവമുള്ളവനാ. അനുഭവമുള്ളവനെന്ന് പറയുമ്പോ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാണുമല്ലോ. വല്ല പുലിയോ സിംഹമാക്കാനായിരിക്കും. ഓക്കേ. ആ ഒരാളെ നിങ്ങൾ ഇത്രയും പേര് ഭയപ്പെടുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അവനില്ലെങ്കിലും അവന് മേലധികാരിയായിട്ട് ആരെങ്കിലും ഉണ്ടാവില്ലേ? അവൻ ഒരുത്തനല്ല മോനെ, 10 തലയുള്ള രാവണനവൻ. അവന്റെ അച്ഛൻ MLA, ആ MLAയുടെ മാമൻ മന്ത്രി, ആ മന്ത്രിയുടെ സ്വന്തക്കാരൻ മുഖ്യമന്ത്രി. പിന്നെ എങ്ങനെ ഇവരെല്ലാം ശത്രുപക്ഷത്ത് നിൽക്കുമ്പോ ഞങ്ങള് പറയുന്നത് ആര് കേൾക്കാനാ മോനെ? ഞങ്ങളുടെ കഷ്ടപ്പാട് തീർക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരുത്തൻ വരില്ലേന്നോർത്ത്, ഞങ്ങൾക്ക് നല്ല കാലം വരില്ലേന്നോർത്ത് ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് മോനെ. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്ത് ഈ പ്രശ്നം തീർത്തു തരുന്നു എന്ന് കരുതും. ഈ പ്രശ്നം ഭാവിയിൽ ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങും. ഇവിടെ ഒരുവൻ കളിക്കുന്നുണ്ടെങ്കിൽ അവനെ കളിപ്പിക്കുന്ന മറ്റൊരുവനുണ്ടാവും. നമുക്ക് അവനെയാണ് വേണ്ടത്. അവൻ നിങ്ങൾക്കെതിരെ ചെയ്ത ദ്രോഹങ്ങൾ, അവൻ കാരണം നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, ഇതെല്ലാം ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് എനിക്ക് തരാൻ കഴിയൂ? എനിക്ക് അവന്റെ വീട്ടിലെ വേലക്കാരോട് എതിർത്ത് സംസാരിച്ചതിന് ഇദ്ദേഹത്തിന് നാവ് വെട്ടിക്കളഞ്ഞു. അയ്യോ അയ്യോ, എന്നൊന്നും ചെയ്യരുത് സാറേ, എന്നെ വിട്ടേക്ക് സാറേ. അയ്യോ അയ്യോ. ഇങ്ങനെയുള്ളപ്പോ അവനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനോ? അത്രയും ധൈര്യം ആർക്കുമില്ല. ഭയം, മൗനം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഭീഷ്മർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു തെറ്റ് കോപം കാണിക്കേണ്ടയിടത്ത് മൗനമായിരുന്നു.
ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത്. എന്നാൽ ജഡായു തന്റെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യം എന്തെന്നാൽ ശരിയായ സമയത്ത് എതിർത്തു നിന്നു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ സമയമായപ്പോൾ അവർ രണ്ടുപേരും മരിച്ചു. എന്നാൽ ഭീഷ്മരുടെ മരണം ക്രൂരവും അതിഭീകരവുമായി നടന്നപ്പോൾ ജഡായുവിന് കിട്ടിയതോ ശ്രീരാമന്റെ സാന്നിധ്യം. എല്ലാ സമയത്തും മൗനം നല്ലതല്ല. കെട്ടിയിട്ട് തല്ലിയാൽ പൂച്ച പോലും പ്രതികരിക്കും. ആവശ്യമുള്ള സമയത്ത് മനുഷ്യൻ മാറുക തന്നെ വേണം. എഴുന്നേൽക്കണം, എതിർത്ത് ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങളിൽ ഒരാളങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ 100 പേരുടെ ജീവിതമാ മാറുന്നേ. 10 പേര് മരിച്ചാൽ ഒരു തലമുറ തന്നെ രക്ഷപ്പെടും. ഞാൻ വരാൻ പോരെ. വരട്ടെ മോനെ. ഞങ്ങളുണ്ട്.